Good morning students. ഇന്നത്തെ ടോപ്പിക് സയൻറ്റിഫിക് നൊട്ടേഷൻ ഓഫ് വാല്യൂസ്. നമ്മൾ പല മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ പല വാല്യൂസ് കിട്ടാറുണ്ട്. ചില ടൈമിൽ അത് വളരെ ലാർജ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം. അപ്പോൾ ഈ വാല്യൂസിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുക, അതിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിൽ എറേഴ്സ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് 0.0000 ആൻഡ് കുറേ സീറോ കഴിഞ്ഞിട്ട് ഒരു 1 2 3 അങ്ങനെ പറഞ്ഞ ഒരു നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ തരത്തിലുള്ള നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാസ്, ഹൈഡ്രജൻ ആറ്റം പോലുള്ള ചെറിയ പാർട്ടിക്കിളിൻ്റെ മാസസൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെ വളരെ ചെറിയ വാല്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ ദ സയൻറ്റിഫിക് നൊട്ടേഷൻ ഇറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് വി യൂസ് ടു ഹാൻഡിൽ വെരി ലാർജ് നമ്പേഴ്സ് ആൻഡ് വെരി സ്മോൾ നമ്പേഴ്സ്. ഒരു എക്സാമ്പിൾ പറയാം. അതിനു മുന്നേ ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ നമ്മൾ ഒരു ഫോം ഉണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതണമെങ്കിൽ അതിൻ്റെ ഫോം a×10⁵ എന്നാണ്. ഇതിൽ എ എന്ന് പറയുന്ന നമ്പറിനെ ഡിജിറ്റൽ ടേം എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ടേം അല്ലെങ്കിൽ ഈ നമ്പർ 1നും ബിറ്റ്വീൻ 1 ആൻഡ് 10 ആയിരിക്കണം. ഓക്കെ, ദിസ് എ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 10. ഇനി ബി എന്ന് പറയുന്നത് ടേം, ബി എന്ന് പറഞ്ഞാൽ അതിനെ പവർ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് അത് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആകാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമ്പർ എഴുതുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആദ്യം പറയാം. 152.3 എന്ന് പറയുന്ന ഒരു നമ്പറാണെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതണം. നമ്മുടെ ഫോം എന്താണ്? a×10⁵b അല്ലേ? അപ്പോൾ ആദ്യം എ എഴുതാം. എ എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കണം? കണ്ടീഷൻ എന്താണ്? 1നും 10നും ഇടയിലായിരിക്കണം ആ നമ്പർ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എഴുതണമെങ്കിൽ എന്ത് വരും? 1.523 എന്നേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നോക്കിയേ, ഈ ഡെസിമൽ പോയിൻ്റ് സപ്പോസ് ഇവിടെ വന്നെങ്കിൽ 15.23 ആകും. 15 എന്ന് പറഞ്ഞാൽ 10നേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിൻ്റ് ഇവിടെ കൊണ്ടുവരിക. അതായത് അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 1.523 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് എഴുതണം? 10 എഴുതുക അല്ലേ? 10 എഴുതിയിട്ട് അതിൻ്റെ പവർ എഴുതാം. പവർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഡെസിമൽ പോയിൻ്റ് ഇവിടെയായിരുന്നു, ഈ ഒരു പ്ലേസിലായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഈ 1നും 5നും ഇടയിലാണ് കൊണ്ടുവരേണ്ടത്. അതായത് നമ്മൾ എന്താണ്? ലെഫ്റ്റിലോട്ട് ഡെസിമൽ പോയിൻറ്റിന് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അതായത് എത്ര ഡെസിമൽ പോയിൻ്റ് അത് മാറണം? 1 2 അല്ലേ? 2 ഡെസിമൽ പോയിൻ്റ് മാറണം. അപ്പോൾ അത് ലെഫ്റ്റിലോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ +2 ആണ് എഴുതേണ്ടത്. ലെഫ്റ്റിലോട്ടാണ് വരുന്നതെങ്കിൽ +2 എഴുതുക. സോ സയൻറ്റിഫിക് നൊട്ടേഷനിൽ ഈ നമ്പറിനെ എങ്ങനെ എഴുതാം? 1.523 × 10⁵2 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ, 0.00631 എന്ന ഒരു നമ്പറാണെന്ന് കരുതുക. അപ്പോൾ ഇതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതണം. ആദ്യം എന്ത് എഴുതും? a×10⁵b ആണ് നമ്മുടെ ഫോം. എ എന്ന് പറഞ്ഞ നമ്പർ 1നും 10നും ഇടയിലാകണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരണം? 63 പോയിൻ്റ് എന്ന് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ 631 എഴുതാൻ പറ്റില്ല. കാരണം അത് രണ്ടും എന്താണ്? 10നേക്കാളും കൂടുതലാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതണം? 6.31 എന്ന് എഴുതുക. സോ ഇതെന്താണ്? 10നേക്കാളും കുറവാണ്. അപ്പോൾ 6.31. ഇനി 10 എഴുതി. ഇനി അതിൻ്റെ പവർ എഴുതണം. പവർ എഴുതണമെങ്കിൽ നോക്കിയാൽ ഇവിടെയായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന ഡെസിമൽ പോയിൻ്റ്. അതിന് നമുക്ക് എങ്ങോട്ട് കൊണ്ടുവരണം? ഈ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എത്ര ഡെസിമൽ പോയിൻ്റ് മാറിയെന്ന് നോക്കുക. ദാറ്റ് ഈസ് 1 2 ആൻഡ് 3. സോ ഇവിടെ എന്ത് വരും? 3 എന്ന് വരും. പക്ഷേ നമ്മളിപ്പോൾ ഡെസിമൽ പോയിൻ്റ് മാറ്റിയത് റൈറ്റിലോട്ടാണ്. അതുകൊണ്ട് ഇത് വരേണ്ടത് 10⁻³ എന്ന് വരും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കിയേ, ഇങ്ങനെ ഒരു നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്ര വളരെ വളരെ ലാർജ് ആയിട്ടുള്ള ഒരു നമ്പറാണത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള ലാർജ് നമ്പേഴ്സിനെയൊക്കെ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ അനുസരിച്ച് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ നമ്പറിനെ ആദ്യമേ a×10⁵b എന്നുള്ള ഫോമിൽ എഴുതണം. അപ്പോൾ എ എന്താണ്? a 1നും
10നും ഇടയിലാക്കണം. A 1നും 10നും ഇടയിലാകണമെങ്കിൽ ഇവിടെ എന്ത് വരും? 5.6 എന്ന് എഴുതുക. കാരണം 56 എന്ന് എഴുതിയാൽ അത് 10നേക്കാളും കൂടുതലാണ്. അപ്പോൾ 5.6 എന്ന് എഴുതി അല്ലേ? അപ്പോൾ ഇവിടെയാണ് ഡെസിമൽ പോയിന്റ് വരേണ്ടത്. സപ്പോസ് ഇത് കഴിഞ്ഞിട്ട് 0 എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശരിക്കുള്ള ഇങ്ങനെ ഒരു നമ്പർ എഴുതുമ്പോൾ ഡെസിമൽ പോയിന്റ് എന്താണ്? ഇവിടെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് നമുക്ക് ഈ 5നും 6നും ഇടയിലായിട്ട് കൊണ്ടുവരണം. അപ്പോൾ എത്ര നമ്പേഴ്സ് അത് മാറണമെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 അല്ലേ? 10 പ്ലേസ് മാറണം. അപ്പോൾ നമുക്ക് ഈ നമ്പർ എങ്ങനെ എഴുതാൻ പറ്റും? 5.6 ഇൻറ്റു 10 to the power 10. ഡെസിമൽ പോയിന്റ് നമ്മൾ ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ എക്സ്പോണൻ്റ് അല്ലെങ്കിൽ പവർ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ്, ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും എക്സ്പോണൻ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി നേരെ മറിച്ച് റൈറ്റിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ആ എക്സ്പോണൻ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത എക്സാമ്പിളാണ് വേറൊരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പർ നോക്കുക. അപ്പോൾ ഇതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുന്നത് ഇനിയിപ്പോൾ അറിയാലോ 4.82 എന്നായിരിക്കും എഴുതേണ്ടത് അല്ലേ? ഇവിടെ ഞാൻ 2 ഇവിടെ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4.82 എന്നും എഴുതാൻ കേട്ടോ. അപ്പോൾ 4.8 വരുമ്പോഴത്തേക്ക് ഇവിടെ എത്ര നമ്പർ വരും? ഇവിടെയാണ് ശരിക്കും ഡെസിമൽ പോയിന്റ് വരുന്നത്. ഈ ഡെസിമൽ പോയിന്റിനെ ലെഫ്റ്റിലേക്ക് മാറ്റുക. ദാറ്റ് ഈസ് 1 2 3 4 5 അല്ലേ? കാരണം 4നും ഇടയ്ക്ക് 8നും ഇടയ്ക്കാണ് വരേണ്ടത്. സോ 4.8 ഇൻറ്റു 10 to the power 5 എന്ന് വരും. ഇനി ഈ ഒരു നമ്പറിനെ എഴുതണമെങ്കിലോ ഇവിടെ നമുക്ക് എന്ത് വരും? 1 പോയിന്റ് എന്ന് വേണം വരാനായിട്ട്, 1.0 എന്ന് വേണം വരാനായിട്ട്. അപ്പോൾ എത്ര നമ്പർ മാറ്റണം? 1 2 3 4 5 6 അല്ലേ? സോ 1.6 ഇൻറ്റു 10 to the power 6. അതായത് 1 ഇൻറ്റു 10 to the power 6 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 10 to the power 6 തന്നെയാണ്. ഇതിപ്പോൾ ലാർജ് നമ്പേഴ്സിനെ നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിലാണ് എഴുതിയത്. ഇനി നമുക്ക് സ്മോൾ നമ്പേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സ്മോൾ നമ്പർ വരുമ്പോൾ ഡെസിമൽ പോയിന്റ് എങ്ങോട്ട് മാറ്റണം? റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ത് വരും? ഇവിടെ 53 എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ടല്ലേ? ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? കാരണം എ എന്ന് പറയുന്ന നമ്പർ 1നും 10നും ഇടയിലായതുകൊണ്ട് 53 നമ്മൾ 5.3 എന്നുള്ള രീതിയിൽ എഴുതുക. സോ 5.3 എഴുതി. ഇനി ഇവിടെയുള്ള ഈ ഡെസിമൽ പോയിന്റിനെ നമ്മൾ 5നും 3ക്കും ഇടയിലാണ് കൊണ്ടുവരേണ്ടത്. സോ എത്ര പോയിന്റ് ഷിഫ്റ്റ് ചെയ്യണം? 1 2 3. സോ 5.3 ഇൻറ്റു 10 to the power -3. കാരണം ഇത് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്, അതുകൊണ്ട് പവർ നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത നമ്പർ ഈ ഒരു നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതും? 7.83. അത് ആദ്യമേ 7.83 എന്ന് എഴുതി. ഇനി എത്ര നമ്പർ ഷിഫ്റ്റ് ചെയ്തു, എത്ര ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്തു നോക്കാം. 1 2 3 4. 1 2 3 and 4. സോ 7.83 ഇൻറ്റു 10 to the power -4. ഇനി അടുത്ത കേസ് ഇവിടെ നോക്കുക. ഇവിടെ എന്ത് എഴുതും? 4.57 എന്ന് എഴുതാൻ പറ്റുമല്ലേ? അപ്പോൾ എത്രയാണ് ഷിഫ്റ്റ് ചെയ്തതെന്ന് നോക്കുക. 1 2 3 4 5 അല്ലേ? സോ 4.57 ഇൻറ്റു 10 to the power -5 എന്ന് എഴുതിയേക്കുന്നു. സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ഫോം എന്ന് പറഞ്ഞാൽ a ഇൻറ്റു 10 to the power b, and a is a digital term between 1 and 10, and b is exponent or power, and it may be positive or negative. ഇനി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറഞ്ഞു. അപ്പോൾ കുറച്ച് നമ്പേഴ്സിനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലും അതുപോലെ തന്നെ അതിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷനിലും എഴുതിയിരിക്കുന്ന എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പർ 37500. അപ്പോൾ ഈ ഒരു നമ്പറിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എന്ത് എഴുതും? എങ്ങനെ എഴുതണ്ടേ? നമുക്കറിയാം 10നേക്കാളും കുറവ് വേണം എഴുതാൻ അല്ലേ? സോ നമുക്ക് എഴുതേണ്ടത് 3.75 എന്ന് എഴുതി. ഇനി ഇവിടെയാണല്ലോ ശരിക്കുമുള്ള ഡെസിമൽ പോയിന്റ്. ഇങ്ങനെയുള്ള രീതിയിൽ വരുമ്പോൾ ഇവിടെയാണ് ഡെസിമൽ പോയിന്റ്. ഇതിനെ നമുക്ക് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സോ എത്ര ഷിഫ്റ്റ് ചെയ്തു? 1 1 2 3 4 അല്ലേ? സോ 3.75 ഇൻറ്റു 10 to the power 4. ആൻഡ് വാട്ട് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? എന്താണ് ഇവിടെ? നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 3. അപ്പോൾ ഇങ്ങനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു പവറിൻ്റെ ഈ ടേം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ടേം നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ എത്രയാണ്? 375. സോ
3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അല്ലെങ്കിൽ തന്നെ ഈ നമ്പറിൽ നിന്ന് എന്ത് എഴുതും? നമ്മൾ ട്രെയിലിംഗ് സീറോസ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ട്രെയിലിംഗ് സീറോസ് ആണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി അങ്ങനെയല്ല നേരെ ഇങ്ങനെ എഴുതുന്ന ട്രെയിലിംഗ് സീറോസ് ആണെങ്കിൽ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതിൻ്റെ അകത്തും എങ്ങനെ എഴുതണം? 3.75 എന്ന് തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ ഈ നമ്പർ ചെറിയ നമ്പറാണ്. നമുക്ക് എങ്ങോട്ടാണ് ഡെസിമൽ പോയിന്റിനെ കൊണ്ടുവരേണ്ടത്? റൈറ്റിലേക്കാണ് ഡെസിമൽ പോയിന്റിനെ കൊണ്ടുവരേണ്ടത് അല്ലേ? അപ്പോൾ 3 ഇവിടെയാണ് കൊണ്ടുവരേണ്ടത്, 3 പോയിന്റ് അവിടെയാണ് കൊണ്ടുവരേണ്ടത്. സോ ഇവിടെ എത്ര വരും? 1 2 3. സോ 3.75 ഇൻറ്റു 10 ടു ദ പവർ -3 എന്ന് എഴുതി. ഇനി ഇത് നോക്കണ്ട, ഇത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത ഈ കാര്യം ഒന്ന് അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 0.3750. ഇത് നോക്കിയേ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കഴിഞ്ഞിട്ടാണ് ഈ 0 വരുന്നത്. ട്രെയിലിംഗ് 0 ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു 0 വരുന്നത് അല്ലേ? അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ആ 0യെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ കൺസിഡർ ചെയ്യണം. എന്നാൽ ഈ കേസിൽ നോക്കിയേ, ഇവിടെ ഡെസിമൽ പോയിന്റ് ഒന്നുമില്ല, നേരെ എഴുതിയ ഒരു നമ്പറായിരുന്നു. അതിലായിരുന്നു ട്രെയിലിംഗ് സീറോസ് വന്നത്. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. എന്നാൽ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വന്നിട്ടുള്ളത് കൊണ്ട് ഈ കേസിൽ നമ്മൾ 0യെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ കൺസിഡർ ചെയ്യണം. എനിവേ ഇതിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷൻ എങ്ങനെയാണ്? 3.75 അല്ലേ? 0.3750നെ 3.750 എന്ന് എഴുതി. ഇനി ഈ ഡെസിമൽ പോയിന്റിനെ ഒരൊറ്റ ഡെസിമൽ പോയിന്റ് മാത്രമേ, ഒരു പൊസിഷൻ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ അല്ലേ? അപ്പോൾ അതെന്ത് വരും? 10 ടു ദ പവർ 1. ശരിക്കും റൈറ്റിലോട്ടായതുകൊണ്ട് അതെന്ത് വരും? 10 ടു ദ പവർ -1 എഴുതും. ആൻഡ് ഇതിൽ നോക്കിയേ, ഈ 10 ഇത് നോക്കണ്ട, ബാക്കി എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണുള്ളത്. ഇനി അടുത്തത് 2.200. ഇത് ഓൾറെഡി കറക്റ്റ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എഴുതാം 2.200 ഇൻറ്റു 10⁻0. 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2.200 എന്ന് തന്നെ കിട്ടും. അവിടെ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ കാര്യമില്ല. എന്നാൽ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് 2 കഴിഞ്ഞിട്ട് ഇവിടെ ട്രെയിലിംഗ് സീറോസ് വരുന്നുണ്ടെങ്കിൽ പോലും ഇത് ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ 0യെയും നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഇനി അടുത്തത് 0.5. അപ്പോൾ 0.5നെ എങ്ങനെ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതാൻ പറ്റും? 5 ഇൻറ്റു എന്ന് വേണം എഴുതാൻ അല്ലേ? കാരണം എ എന്ന് പറയുന്ന നമ്പർ 1നും 10നും ഇടയിലായിരിക്കണം. സോ 5 ഞാൻ എഴുതി ഇൻറ്റു ഈ ഡെസിമൽ പോയിന്റ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് അല്ലേ? 5.0 എന്ന് ആക്കണം. 5.0 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. സോ അങ്ങനെ ആക്കാനായിട്ട് ഒരു പൊസിഷനെ ചേഞ്ച് ചെയ്തോളൂ. അതുകൊണ്ട് എന്ത് വരും? 10⁻⁻1 എന്ന് എഴുതും. ആൻഡ് ഇവിടെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? എത്രയാണ്? 1. ഇനി അടുത്ത് 0.500. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ട്രെയിലിംഗ് സീറോസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ കൺസിഡർ ചെയ്യണം. ഇനി ആദ്യം ഇതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എന്ത് വരും? 5 പോയിന്റ് എന്ന് വേണം എഴുതാൻ. ഇപ്പോൾ 5 പോയിന്റ് വന്നു. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ ഈ ഡെസിമൽ പോയിന്റിനെ 5 കഴിഞ്ഞിട്ട് ഇവിടെയാണ് കൊണ്ടുവരേണ്ടത്. 5 പോയിന്റ് അല്ലേ? 0.500 എന്നായിരുന്നു. നമുക്ക് എന്ത് വരണം? 5.0 എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു പൊസിഷൻ മാത്രമേ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തുള്ളൂ. ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് വരും? 10⁻1 വരും. ഇത് റൈറ്റിലോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് വരും? 10⁻1 എന്ന് വരും. ഇനി അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇനി അടുത്തത് നോക്കിയേ, ഇത് 5000 എന്നാണ് എഴുതിയിരിക്കുന്നത്. 5000. അപ്പോൾ 5000ൽ ഇവിടെ ഡെസിമൽ പോയിന്റ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ട്രെയിലിംഗ് സീറോസ് ഇല്ലേ, ഇത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇനി ഇതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ 5 എന്ന് എഴുതി. 5 ഇൻറ്റു 10 ടു ദ പവർ എന്ന് എഴുതുമ്പോൾ ഇതാണല്ലോ ഡെസിമൽ പോയിന്റ്. ഇതിനെ നമുക്ക് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് അല്ലേ? അപ്പോൾ ഇത് 1 2 3 വരുമ്പോൾ 10 ടു ദ പവർ 3 എന്ന് വരും. Thank you.